കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ നീറ്റ് യുജി വിവാദങ്ങളുമായി ബന്ധപ്പെട്ട വലിയൊരു രാഷ്ട്രീയ അധ്യായത്തിനാണ് തിരശ്ശീല വീഴുന്നത്. എന്റെ യുവ സുഹൃത്തുക്കൾക്ക് എന്ന് സംബോധന ചെയ്തുകൊണ്ടുള്ള 2 പേജുള്ള രാജിക്കത്തിൽ പരീക്ഷാ പ്രതിസന്ധിയിൽ സർക്കാർ സ്വീകരിച്ച നടപടികളെ പ്രധാൻ ന്യായീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നന്ദി അറിയിച്ച അദ്ദേഹം വിദ്യാർത്ഥികളുടെ ഭാവി ദീർഘകാല രാഷ്ട്രീയ നിയമയുദ്ധങ്ങളിൽ കുടുങ്ങിപ്പോകരുത് എന്ന ഒറ്റ മുൻഗണന മുൻനിർത്തിയാണ് തന്റെ തീരുമാനമെന്നും വ്യക്തമാക്കി. നീറ്റ് യുജി 2026 പരീക്ഷ റദ്ദാക്കുകയും വീണ്ടും നടത്തുകയും ചെയ്തതിനെ തുടർന്ന് ആഴ്ചകൾ നീണ്ട പ്രതിഷേധങ്ങൾക്കും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന ആവശ്യങ്ങൾക്കും ശേഷമാണ് അദ്ദേഹത്തിന്റെ രാജി. ധർമ്മേന്ദ്ര പ്രധാൻ എക്സ് അക്കൗണ്ടിലൂടെയാണ് തന്റെ രാജി പുറം ലോകത്തെ അറിയിച്ചത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: എന്റെ യുവ സുഹൃത്തുക്കളെ, 4 പതിറ്റാണ്ടിലേറെയായി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളുടെയും ലക്ഷ്യങ്ങൾക്കായി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. ശക്തവും ഉൾക്കൊള്ളുന്നതും ദൂരക്കാഴ്ചയുള്ളതുമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ശക്തമായ രാഷ്ട്രത്തിന്റെ അടിത്തറയെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. രാജ്യത്തെ യുവാക്കളുടെ പ്രതീക്ഷകളെയും വികാരങ്ങളെയും ന്യായമായ പ്രതീക്ഷകളെയും ഞാൻ ആഴത്തിൽ മാനിക്കുന്നു. ഇന്ത്യയിലെ യുവതലമുറയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ ജീവിതത്തിൽ ഒരു ധാർമ്മിക പ്രതിബദ്ധതയാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ദൂരക്കാഴ്ചയുള്ള നേതൃത്വത്തിൽ രാജ്യത്തെ സേവിക്കാൻ അവസരം നൽകിയതിന് ഞാൻ അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുന്നു. എന്നാൽ 2026 മെയ് 3 നടന്ന നീറ്റ് യുജി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചില ക്രമക്കേടുകൾ വെളിച്ചത്തു വന്നു. വിഷയം ഉടൻ തന്നെ ഗൗരവത്തോടെ പരിഗണിച്ച ഭാരത സർക്കാർ അന്വേഷണം CBIക്ക് കൈമാറുകയും പരീക്ഷ റദ്ദാക്കി പുനഃപരീക്ഷയ്ക്കുള്ള തീയതി പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂടാതെ അടുത്ത വർഷം മുതൽ ഈ പരീക്ഷ CBT രീതിയിൽ നടത്താനും തീരുമാനിച്ചു. ഈ കാലയളവിൽ ഉടനീളം 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് തടസ്സമില്ലാതെ പരീക്ഷ നടത്തുക എന്നതായിരുന്നു നമ്മുടെ പ്രധാന മുൻഗണന. മുഴുവൻ സർക്കാരും ഒന്നിച്ചു നിൽക്കുന്ന സമീപനം സ്വീകരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. കേന്ദ്ര സർക്കാരിനൊപ്പം സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടങ്ങളും നിർണായക പങ്കുവഹിച്ചു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ 2026 ജൂൺ 21 പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കി. ആ ദിവസം മുതൽ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഞാൻ സാഹചര്യങ്ങളിൽ നിന്നും ഒളിച്ചോടിയില്ല. പരീക്ഷാ മാഫിയ കാരണം കഴിവുള്ള ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി തകരില്ലെന്നും ഒരു വിദ്യാർത്ഥിക്കും അനീതി നേരിടേണ്ടി വരില്ലെന്നും ഞാൻ ഉറപ്പിച്ചിരുന്നു. ജൂലൈ 16 പ്രസിദ്ധീകരിച്ച നീറ്റ് യുജി ഫലം തൃപ്തികരമായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നുള്ള അനേകം മിടുക്കരായ വിദ്യാർത്ഥികൾ വിജയം കൈവരിച്ചു. എന്നിരുന്നാലും ഈ സമയത്തും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ തടസ്സങ്ങൾ സൃഷ്ടിക്കാനും വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കാനും ശ്രമിച്ചത് എന്നെ വളരെയധികം സങ്കടപ്പെടുത്തി. നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തിയിൽ എനിക്ക് എപ്പോഴും അചഞ്ചലമായ വിശ്വാസമുണ്ട്. യുവാക്കളുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും ഞാൻ ആഴത്തിൽ ബഹുമാനിക്കുന്നു. അവർ ഇന്ത്യയുടെ ഭാവി മാത്രമല്ല, നവീകൃതവും വികസിതവുമായ ഇന്ത്യയുടെ വഴികാട്ടികളും നിർമ്മാതാക്കളും ശില്പികളുമാണ്. കഴിഞ്ഞ 10 ദിവസങ്ങളിലെ സംഭവങ്ങൾ എന്നെ ഏറെ വേദനിപ്പിച്ചു. ഇതെനിക്ക് വ്യക്തിപരമായ അന്തസ്സിന്റെ പ്രശ്നമല്ല. ഇന്ത്യയുടെ യുവശക്തിയാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ കരുത്ത്. രാജ്യത്തെ യുവാക്കളെ ആശയക്കുഴപ്പത്തിന്റെ വലയിൽ കുടുങ്ങാൻ അനുവദിക്കില്ലെന്നത് എൻ്റെ നിശ്ചയദാർഢ്യമാണ്. ജന്തർ മന്ദറിലെയും രാജ്യത്തുടനീളം ഉള്ള സാഹചര്യം കണക്കിലെടുത്ത് ദേശവിരുദ്ധ ശക്തികൾ ഇത് മുതലെടുക്കുന്ന തടയുക, ദേശീയ ഐക്യം നിലനിർത്തുക, ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ പോലും ഭാവി നിയമപരമായി സങ്കീർണതകൾ കുടുങ്ങിപ്പോകുന്നില്ലെന്ന് ഉറപ്പാക്കുക, നമ്മുടെ കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കരിയർ കെട്ടിപ്പടുക്കാനും സമയം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെ ഞാൻ എൻ്റെ രാജി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നൽകിയ മാർഗനിർദ്ദേശത്തിനും വിശ്വാസത്തിനും നിരന്തരമായി പിന്തുണയ്ക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കേന്ദ്രമന്ത്രിസഭയിലെ എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും, മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ഒപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. രാജ്യത്തെ സേവിക്കുക എന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന മുൻഗണന. ഈ ലക്ഷ്യത്തിനായി ഞാൻ എപ്പോഴും സമർപ്പിതനായിരിക്കും. ജഗന്നാഥ ഭഗവാൻ അനുഗ്രഹത്താൽ ഭാരതാംബയുടെയും ഒഡീഷയിലെ ജനങ്ങളുടെയും രാജ്യത്തെ യുവാക്കളുടെയും പ്രതീക്ഷകൾ പൂർത്തീകരിക്കുന്നതിനായി വരും ദിനങ്ങളിലും സാധ്യമായ എല്ലാ രീതിയിലും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നത് തുടരും. വിശ്വസ്തയോടെ ധർമ്മേന്ദ്ര പ്രധാൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ കത്ത്. അതായിരുന്നു കത്തിൻ്റെ പൂർണ്ണരൂപം.